We are ready, but there are certain conditions. Okay. സാഹിബേ, നക്കൽ വായിച്ച് ബോധ്യപ്പെട്ടല്ലോ അല്ലേ? അല്ല, ഇനി ഒരിക്കൽ കൂടെ വായിക്കണം? വേണ്ട, വക്കീല് വായിച്ച് കേൾപ്പിച്ചതാ. ഒപ്പിട്ടാട്ടെ. ഒപ്പിടാനൊന്നും അറിഞ്ഞൂടാ. ഈ പെരല് കുത്തിപ്പതിപ്പിക്കുന്ന മഷിയുണ്ട്. മഷി എടുത്തു കൊടുക്ക. എവിടെ? ഇവിടെ. ബാക്കി കൂടി പറ. നീ കളിക്ക. ഞാനിവിടെ ഉണ്ടെന്ന് പറയണ്ട. ആ, എന്ത് കളിയാണ്? എന്നോട് പൊരേന്ന് ഇറങ്ങാൻ പറഞ്ഞ മാതാമ്മന്റെ ആളുകൾ അവിടെ നിൽക്കുന്നുണ്ട്. അതുകൂടെ ചേർത്തിട്ടാണ് നിങ്ങൾ എഴുതി വെച്ചത്. നമുക്ക് അകത്തേക്ക് ഇരുന്ന് സംസാരിക്കും. ഒറ്റ വാക്കി പറഞ്ഞാൽ മതി. എന്റെ പൊരയും കൂടെ ചേർത്തിട്ടാണ് നിങ്ങൾ പ്രമാണം എഴുതി വെച്ചത്. അയ്യോ സാഹിബ്, ഞാനല്ലോ പ്രമാണം എഴുതിണ്ടാക്കിയത്. ആ വിദേശ കമ്പനിക്കാരല്ലേ, അത് നിങ്ങൾ വായിച്ചു കേട്ട് നോക്കിയിട്ട് മാത്രം ഒപ്പിട്ടാ മതിന്നല്ലേ ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് വായിക്കാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് മേനോൻ വക്കീല് എല്ലാം വായിച്ചു തന്നതല്ലേ. അയാളുണ്ടല്ലേ അകത്ത്? അതെ, ഞാൻ എല്ലാം വായിച്ചതല്ലേ. അത് മൊത്തത്തിൽ കൊടുക്കാനുള്ള എഗ്രിമെന്റ് അല്ലേ? കടപ്പുറം മാത്രം എടുക്കുള്ളൂ, പൊരയും പറമ്പ് തൊടൂലെന്നല്ലേ നിങ്ങൾ എഴുതിയത് എന്നെ വായിച്ചു കേൾപ്പിച്ചത്? അല്ല, ഞങ്ങൾ അങ്ങനെയല്ല പറഞ്ഞതും വായിച്ചതും. ഇനി അങ്ങനെയാണ് പറഞ്ഞതെന്ന് വെക്കുക. 8 ലക്ഷം ആ പറമ്പിനും പുരയ്ക്കും കൂടെ കിട്ടുകയെന്ന് വെച്ചാൽ അതൊരു വലിയ തുകയല്ലേ? അതുകൊണ്ട് ഇക്കയുടെ കടമൊക്കെ ഒരു പരിധി വരെ മൂടാൻ പറ്റും. ഒന്നും അല്ലെങ്കിലും ചികിത്സയുടെ ചെലവെങ്കിലും വെടിപ്പായിട്ട് നടത്താൻ പറ്റുമല്ലോ. ഞാനിപ്പോ വന്നത് നിങ്ങൾ രണ്ടാളും കൂടെ ചേർത്ത് എഴുതിയെടുത്തല്ലേ. റസൂലിന്റെ ആൾക്കാർ ഒരാടെ ഒന്ന് താമസിച്ചിട്ടുള്ളതാണ്. അതിന് വെളിയിടാൻ പോയിട്ട് അതൊന്ന് ആലോചിക്കാൻ പറ്റൂലടാ. എനിക്ക് നല്ലതാ, ആരെ കൊണ്ട് പറ്റൂല. അങ്ങനെ ആലോചിക്കാൻ പോലും പൊറുക്കൂല. വിടി വിടി പക്ഷേ ഒപ്പിട്ട് വന്നിട്ട് പിടിച്ചിട്ടും വലിച്ചിട്ടൊന്നും കാര്യമില്ല. മനസ്സിൽ ദേഷ്യമില്ലാതെ വിദ്വേഷമില്ലാതെ മഹാഭാവികളെ പുറത്ത 1000 നിസ്കാരത്തിന് തുല്യമാണെന്ന്. പക്ഷെ നിങ്ങൾ ഈ ചെയ്തതിന് ഇന്നല്ലെങ്കിൽ നാളെ ഒരു തീർപ്പുണ്ട്. അത് ഞാനല്ല, അള്ളാഹു തരും. നിയമപ്രകാരം ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളും ഞാനും രാമനും എല്ലാം ഇത് അനുഭവിക്കേണ്ടി വരും. നോക്കിക്കോ, മനം നൊന്ന് പ്രാഗിട്ട് അയാൾ പോയത്. പോയി കാല് വീണ് മാപ്പെങ്കിലും ചോദിക്ക് ദുഷ്ടം.
മൂത്തോര് സംസാരിക്കുന്നിടത്ത് കുട്ടികൾ വേണ്ട. മോനകത്തൊക്കെ പോയിക്കോ. സ്വാമി, ഒരു പരസ്പര ധാരണന്റെ പേരിലാണ് ഈ നാട് ഇത്രയും നാൾ കഴിഞ്ഞത് അല്ലേ? എന്നെ സ്കൂളിൽ അയച്ച് പഠിപ്പിക്കണമെന്ന് അറബി നാട്ടിലുള്ള എൻ്റെ വല്യാപ്പ പറഞ്ഞപ്പാ, അവൻ ഈ തൊടിയുണ്ടല്ല, ഈ പറമ്പുണ്ടല്ല, നമ്മൾ പൈസ കരുതി വെച്ചാ മതി, ഈ നാട് നല്ലതാണ്. ഈ നാടും ഈ നാട്ടുകാരും ഒന്നും ഒരു കുഴപ്പത്തിനും വരൂല. എഴുതാനും വായിക്കാനും ഒക്കെ നമുക്ക് ശമ്പളത്തിന് ആളെ വെക്കാം. അതിനുള്ള പാങ്ങുണ്ടായാൽ മതി എന്ന് പറഞ്ഞത് എൻ്റെ വാപ്പയാ. പഴയ ഒരു ആചാരുടെ തീർപ്പ്. അഹങ്കാരമൊന്നും വേണമെങ്കിൽ പറയാം. ഈ നാടിന് അത്രയ്ക്ക് വിശ്വാസമായിരുന്ന വാപ്പാക്ക്. എന്റെ കുടുംബത്തിന്റെ കണ്ണീരാണ് ഇന്നിവിടെ വീണെങ്കിലും ഒരു സത്യം പുറത്തെ, നിങ്ങളൊന്നും എന്റെ സുഹൃത്തുക്കളല്ല. നിങ്ങൾക്ക് ഒരിക്കലും അത് ആവാനും പറ്റൂല, ഒരിക്കലും പറ്റൂല. എന്റെ സ്വന്തം ഇക്കാനെ പോലെയല്ല നായരട്ട നിങ്ങളെ ഞാൻ കണ്ടിട്ടുള്ളൂ. എന്നിട്ട് നിങ്ങളിത് ഞങ്ങളോട് ചെയ്തല്ലോ. ഈ 3 മക്കളെയും പറിച്ചോണ്ട് എങ്ങോട്ട് പോവാനാണ്? പെണ്ണുങ്ങൾ തിന്നേമോ ഒന്ന് കാര്യം പറയണ്ട. എത്ര ദിവസത്തിനകം മാറണമെന്നാ? 2 ദിവസത്തിനകത്ത് പണി നടക്കണമെന്നാ. പക്ഷെ ഇക്ക ഒരാഴ്ച എടുത്തു. ഇതെല്ലാം കൂടെ കെട്ടിപ്പറക്കണേ എന്തായാലും. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇപ്പൊ 2 ആളും ഇറങ്ങിക്കോ. ഞാൻ മാറിക്കോളാം. 2 ദിവസത്തിനകം തന്നെ മാറിക്കോളാം.